BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. മാരക ലഹരി മരുന്നുകളുമായി യുവാവ് പിടിയിൽ. രാത്രികാല വാഹന പരിശോധനകളുടെ ഭാഗമായി പറവൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ തോമസ് ദേവസിയുടെ നേതൃത്വത്തിൽ പറവൂർ ചെറായി റോഡിൽ ചെറായി പാടത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ കഞ്ചാവും ഹാഷിഷ് ഓയിലും MDMAയും LSD സ്റ്റാമ്പുകളും പിടിച്ചെടുത്തു. ഇത് കടത്തിക്കൊണ്ടുവന്ന കൊച്ചി പള്ളിപ്പുറം വില്ലേജ് ചെറായി ദേവസ്വം വീട്ടിൽ നടകരയിൽ പുതുശ്ശേരി വീട്ടിൽ എബി വർഗീസിനെ എക്സൈസ് റേഞ്ച് ഓഫീസ് നോർത്ത് പറവൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. ഫോണിൽ സംസാരിച്ചുകൊണ്ട് സ്വകാര്യ ബസ് ഓടിച്ച് ഡ്രൈവിൽ പിടിയലായപ്പോൾ പകരം വെച്ച ഡ്രൈവറും ഇതേ കുറ്റം ആവർത്തിച്ചു. ഒടുവിൽ വിശദമായി പരിശോധിച്ച ശേഷം ബസിന്റെ ഫിറ്റ്നസും മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി. ഏലൂർ ഫോർട്ട് കൊച്ചി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് തുടരെയുള്ള പെല്ലാപ്പിൽ കുടുങ്ങിയത്. എറണാകുളം നോർത്തിൽ ഗതാഗത പരിശോധനയ്ക്കിടെയാണ് ഡ്രൈവർ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് MVIമാർ ബസ് തടഞ്ഞത്. ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നതിനാൽ പിറ്റേന്ന് RTO ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചു. ഡ്രൈവർ RTO ഓഫീസിലേക്ക് പോയപ്പോൾ പിറ്റേന്ന് പകരം വെച്ച ഡ്രൈവറും ബസ് ഓടിക്കുന്നതിനിടെ ഫോണിൽ സംസാരിച്ച ഫോർട്ട് കൊച്ചിയിൽ പിടിയിലായി. ഇതോടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് വിശദമായി പരിശോധിച്ചു. വേഗപ്പൂട്ട് വിച്ഛേദിച്ച നിലയിലായിരുന്നു. GPS ഇല്ലായിരുന്നു. മറ്റ് ന്യൂനതകളും കണ്ടെത്തിയതോടെയാണ് ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ CS വിതിൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TB റാക്സൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഫോണിൽ സംസാരിച്ച് ബസ് ഓടിച്ചതിന് ആദ്യം പിടിയിലായ ഡ്രൈവർ ഏലൂർ സ്വദേശി റിഷാദിന് 2000 രൂപ പിഴ ചുമത്തി. ഇതേ കുറ്റത്തിന് പിറ്റേന്ന് പിടിയിലായ ഡ്രൈവറുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ സംസാരിച്ചതിന് തെളിവ് ലഭിക്കാതിരുന്നതിനാൽ പിഴ ഈടാക്കാനായില്ല. ഡ്രൈവർ ഫോൺ ചെവിയുടെ ഭാഗത്ത് വെച്ച് ഡ്രൈവ് ചെയ്തപ്പോഴാണ് ഉദ്യോഗസ്ഥർ ബസ് തടഞ്ഞെങ്കിലും കണക്ഷൻ കിട്ടാത്തത് കൊണ്ടാവാം ഡ്രൈവറുടെ കോൾ ലിസ്റ്റിൽ കോൾ വിവരം ലഭ്യമല്ലായിരുന്നു. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലെ തിക്കും തിരക്ക് മൂലമുള്ള ദുരിതത്തിന് പരിഹാരമായി വിവിധ പദ്ധതികൾ ഒരുങ്ങുന്നു. തിരക്കേറിയ സമയങ്ങളിൽ SMRM റോഡിലെ യാത്രാ ദുരിതമാണ് സ്റ്റേഷനിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. ഈ പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ 40 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശമാണ് സമർപ്പിച്ചത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് റെയിൽവേക്ക് സ്ഥലമില്ലാത്തതിനാൽ ഈ ഭാഗത്തെ തിരക്ക് കുറയ്ക്കാനുള്ള സൗകര്യത്തിനായി ചെറിയ തോതിലെങ്കിലും സ്ഥലം ഏറ്റെടുക്കണം. 2ാം പ്ലാറ്റ്ഫോമിലേക്കുള്ള യാത്രക്കാരുമായി വരുന്ന വാഹനങ്ങളും തിരികെ പോകുന്ന വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ചേർന്ന് SRM റോഡിലുണ്ടാകുന്ന കുരുക്കും ബുദ്ധിമുട്ടുകളും കഴിഞ്ഞ ദിവസം നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. SRM റോഡിൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ഭാഗത്ത് വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാനും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ വന്നു പോകാനുമുള്ള സൗകര്യമാണ് പദ്ധതിയിലുള്ളത്. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളും കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നത് ഒഴിവാക്കിയുമാകും സൗകര്യമൊരുക്കുക. പദ്ധതി നിർദ്ദേശം റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ അധികൃതർ വഴി സമർപ്പിച്ചു. ഈ പദ്ധതി നിർദ്ദേശം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന കണക്കുകൂട്ടലിലാണ് അധികൃതർ. ടൗൺ സ്റ്റേഷനിലെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ സ്ഥലപരിമിതിയും യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. മേൽക്കൂര ഒരുക്കാൻ സ്ഥലമില്ലാത്തതിനാൽ യാത്രക്കാർ മഴയും വെയിലുമേറ്റ് ട്രെയിനിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ്. 1ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് ESI ആശുപത്രിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം പ്ലാറ്റ്ഫോം നവീകരണത്തിനായി ലഭ്യമാക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഈ പദ്ധതി ദക്ഷിണ റെയിൽവേ ചീഫ് പ്ലാനിംഗ് ഡെവലപ്മെന്റ് ഓഫീസറുടെ പരിഗണനയിലാണ്. തൃപ്പൂണിത്തുറ ഉൾപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിനുകളുടെ വേഗം 30 കിലോമീറ്റർ ആക്കി ഉയർത്തിയിരുന്നു. എന്നാൽ 15 കിലോമീറ്റർ എന്ന വേഗ നിയന്ത്രണത്തോടെയാണ് എറണാകുളം മാർഷലിംഗ് യാർഡ് ഭാഗത്ത് നിന്ന് ട്രെയിനുകൾ നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഇത് 30 കിലോമീറ്റർ ആക്കാനുള്ള ജോലികൾ പുരോഗമിക്കുകയാണ്. മാർഷലിംഗ് യാർഡ് മുതൽ നോർത്ത് വരെ ട്രെയിനുകൾ വേഗ നിയന്ത്രണത്തോടെയാണ് കടന്നു പോകുന്നത്. കേരളത്തിൽ തന്നെ ട്രെയിനുകളുടെ കുറഞ്ഞ വേഗം ഈ ഭാഗത്താണ്. ഇത് 30 കിലോമീറ്ററാക്കി ഉയർത്തുന്നതോടെ ട്രെയിനുകൾക്കും സമയകൃത്യത പാലിക്കാനാകും. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് യാത്രക്കാരുമായി മടങ്ങുകയായിരുന്ന കാറിന് തീപിടിച്ചു. പൂർണ്ണമായി കത്തി നശിച്ചു. ആളപായമില്ല. MC റോഡിൽ ഒക്കൽ പനമ്പള്ളി കവലയ്ക്ക് സമീപം ഇന്നലെ പുലർച്ചെ 1:30 സംഭവം. മൂവാറ്റുപുഴ പായപ്രയ്ക്ക് പോകുന്ന യാത്രക്കാരായിരുന്നു കാറിൽ. പുകയിരുന്നത് കണ്ട് ഡ്രൈവർ കാർ നിർത്തി. യാത്രക്കാർ ഇറങ്ങുകയും ലഗേജുകൾ പുറത്തെടുക്കുകയും ചെയ്തു. കാർ നിർത്തിയതിന് സമീപം ഉണ്ടായിരുന്ന കല്ലറ ആന്റണിയുടെ ഭക്ഷണശാലയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ബസ് സ്റ്റാൻഡിന് മുന്നിലെ റോഡിൽ മലിനജലം ഒഴുക്കുന്നതായി വ്യാപാരികളുടെ പരാതി. വാഹനങ്ങൾ ഓടുമ്പോൾ ദുർഗന്ധമുള്ള ചെളിവെള്ളം യാത്രക്കാരുടെ ദേഹത്ത് തെറിച്ചു വീഴുന്നുണ്ട്. കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന നടപ്പാതയ്ക്ക് താഴെയുള്ള ഓടയിൽ നിന്നാണ് മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നതെന്നാണ് പരാതി. പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡിലെ കുഴികളിൽ നിറയുന്ന വെള്ളമാണ് വാഹനങ്ങൾ പോകുമ്പോൾ യാത്രക്കാരുടെ മേൽ തെറിച്ചു വീഴുന്നത്.
പ്ലാന്റേഷൻ കോർപ്പറേഷൻ 8-ാം ബ്ലോക്കിൽ കല്ലാല എസ്റ്റേറ്റ് ഡിവിഷൻ ജയിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കെട്ടിടത്തിന്റെ വാതിലും ഭിത്തിയും തകർത്ത് അകത്ത് കടന്ന ആന വൻ നാശനഷ്ടമാണ് വരുത്തിയത്. പാത്രങ്ങൾ, അലക്ക് യന്ത്രം, അലമാര, വസ്ത്രങ്ങൾ തുടങ്ങിയവ ആന നശിപ്പിച്ചു. ക്വാർട്ടേഴ്സിൽ രാത്രി ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. ഇതേ എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം പ്രസാദ് എന്ന തൊഴിലാളിയെ ആന ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.